ഇത് ഇന്ന് 2025 ഏപ്രിൽ 5 കേരളത്തിൽ നിന്നുള്ള പ്രധാന 10 വാർത്തകളുടെ പുതുക്കിയ രൂപമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കനത്ത വേനൽമഴയ്ക്കാണ് സാധ്യത. എറണാകുളത്ത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് സംസ്ഥാനത്തെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ വലിയ നേട്ടമാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള പുതിയ നിയമങ്ങൾ സംസ്ഥാനത്ത് നിലവിൽ വന്നു. നിയമങ്ങൾ കർശനമായി പ്രയോഗിക്കാനാണ് സർക്കാരിന്റെ ദൃഢനിശ്ചയം. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി സർക്കാർ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നു. അധ്യാപക പരിശീലനവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് മുഖ്യമായ ഉദ്ദേശങ്ങൾ. വേനൽക്കാലത്തിൽ പകർച്ചവ്യാധികളുടെ സാധ്യത ഉയരുന്നതിനാൽ ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശിച്ചിട്ടുണ്ട്. ശുചിത്വവും പ്രതിരോധ നടപടികളും ആവശ്യമാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി DA വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ശ്രീ പണിമൂല ദേവി ക്ഷേത്ര മഹോത്സവത്തിനൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗില്ലൈൻ ബാരെ സിൻഡ്രോമിന് ചികിത്സയിൽ കഴിയുകയായിരുന്ന 58-കാരൻ മരണപ്പെട്ടു. ഇത് സംസ്ഥാനത്ത് ആദ്യ കേസാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ PG കോഴ്സുകളുടെ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഫലങ്ങൾ വെബ്സൈറ്റ് മുഖേന ലഭ്യമാണ്. മോംബോറി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. 5 മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്കായി വിവിധ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നു.